എന്താണ് ഒരു പിറുപിറുക്കൽ ഇവിടെ? ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ ചീരയുടെ വിലയൊക്കെ കുറയുന്ന ഈ ഒരു 2 അടിക്കണമെന്ന് ചോദിക്കായിരുന്നു. ഈ സമയത്താണോ റൊണാൾഡോ അമ്മാവനെ കുടിപ്പിക്കുന്നത്? ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന കണ്ടോണ്ടാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചേട്ടത്തി ഒരെണ്ണം അടിച്ചു പോയി സ്വസ്ഥായിട്ടൊന്ന് കിടന്ന് മതി മറന്ന് ഉറങ്ങാൻ. ടെൻഷൻ അടി മാറാനായിട്ട് അതേ ഉള്ളൊരു വഴി. അല്ല, നിങ്ങൾ വരെ എന്നെ നോക്കുമ്പോ നിങ്ങൾക്ക് വരെ സംശയമുള്ള പോലെ തോന്നുക ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ക്ലീറ്റത് എവിടെ തങ്കം? അവൻ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. അവൻ എവിടേക്ക് പോയതത്? ക്ലീറ്റോ ചേട്ടൻ വരും, അമ്മാവനകത്ത് പോയി കിടക്ക്. ഞാനാ പറഞ്ഞേ കിടക്കുമ്പോ ഉറങ്ങാൻ. ദേ വരുന്നു. എന്താ ക്ലീറ്റോ? എന്താ തെക്കും തലയ്ക്കൽ ഗിരിരാജൻ നാളെ പത്രത്തിലും ടിവിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കും. അമ്മ തന്നെ തോണ്ടിയത്. അയ്യോ, എന്റെ മാല പോയാലോ ഭഗവാനേ. ദൈവമേ, അങ്ങനെ പറയല്ലേ. അമ്മാവ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ആ പെണ്ണിനെ വിളിച്ച് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കും. അയ്യോ, ചെയ്യാത്ത കുറ്റത്തിന് നഷ്ടപരിഹാരം കൊടുക്ക്. അയ്യോ, ഇവര് വിശ്വസിച്ചോടാ. വിഷമിക്കണ്ട, എന്തായാലും പ്രായത്തിന്റെ ഒരു ആനുകൂല്യം കോടതി ശിക്ഷക്കകത്ത് കുറയ്ക്കും. എന്താ പറയുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അപ്പൊ അവിടെ പരാതി എത്തിയിട്ടുണ്ട്. പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകാരെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു CC ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാമറ പരിശോധിച്ചപ്പോ അമ്മാവൻ കൈകൊണ്ട് ഇങ്ങനെ തോണ്ടുന്നു. അയ്യോ നെല്ലിമോളെ, ഞാൻ തോണ്ടിട്ടില്ലടി. ഇത് എന്തൊക്കെയാ ഈ പറയണത്? പിന്നെ അതിന്റെ പുറകുവശത്തും ഒരു CC ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ പരിശോധിച്ചപ്പോണ് അമ്മാവനല്ല, അമ്മാവന്റെ കൈയുടെ ഇടയിൽ കൂടെ മറ്റേ പുറകെ നിന്ന വായുക്കി കൈ കൊണ്ട് തോണ്ടിയതാണെന്ന് തെളിഞ്ഞത്. അതുണ്ട്. അതുകൊണ്ടല്ലേ ഈ മഹാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ അവനെ പൊക്കി അകത്തിട്ടിട്ടുണ്ട്. പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ. സമാധാനായല്ലോ. സമാധാനായി. ഈശ്വരനല്ല രക്ഷിച്ചത്, CC ക്യാമറയാണ് രക്ഷിച്ചത്. ഇനിയെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകളുടെ സീറ്റിന്റെ പരിസരത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. മോനെ, ഞാൻ ഇനി ബസ്സിലേ കയറില്ല.